ഹായ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടോക്സ്. നൂഡിൽസ് കഴിക്കാൻ ഒട്ടുമിക്ക പേർക്കും ഇഷ്ടമാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അപ്പോൾ ഈ നൂഡിൽസ് വെച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. നൂഡിൽസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു കട്ട്ലൈറ്റ്, നൂഡിൽസ് കട്ട്ലൈറ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനിവിടെ ഒരു പാക്കറ്റ് നൂഡിൽസ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള നൂഡിൽസ് ചിക്കൻ ഫ്ലേവറിലുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് നൂഡിൽസാണുള്ളത് അതെടുത്താൽ മതി. ഇതിനകത്ത് ഒരു ടേസ്റ്റ് മേക്കർ ഉണ്ടാവും. ഈ ടേസ്റ്റ് മേക്കർ തൽക്കാലം നമുക്കങ്ങ് മാറ്റി വയ്ക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ നോർമലി നമ്മൾ നൂഡിൽസ് തയ്യാറാക്കാൻ കുറച്ച് വെള്ളമല്ലേ ഉപയോഗിക്കാറുള്ളൂ. ഞാനിവിടെ കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നൂഡിൽസ് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്കിതങ്ങ് ഊറ്റിയെടുക്കാം. ഇനി ഞാനിവിടെ കുറച്ച് ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പും കുരുമുളകും ഇട്ടിട്ട് എല്ലില്ലാത്ത ചിക്കൻ വേവിച്ച് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. അതിലേക്ക് കുറച്ച് മല്ലിയിലയും ഒരു പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് മൊസറല്ല ചീസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചീസ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അത് വേണ്ട, നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള നൂഡിൽസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനു മുന്നേ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഈ നൂഡിൽസിനകത്തുനിന്ന് കിട്ടിയ ഈ ഒരു ടേസ്റ്റ് മേക്കർ ഉണ്ടല്ലോ, ഇത് പൊട്ടിച്ച് ഇതിനകത്തേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ നിങ്ങൾ ഉപ്പ് ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ ടേസ്റ്റ് മേക്കറിനകത്ത് അത്യാവശ്യം നല്ല ഉപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഉപ്പ് സെപ്പറേറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കൈ കൊണ്ട് തന്നെ നന്നായിട്ട് അങ്ങ് ഉടച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഇതിനകത്തുനിന്ന് കുറച്ചെടുത്തിട്ട് അതൊരു ബോൾ പോലെ ഉരുട്ടിയെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നമ്മൾ കട്ട്ലൈറ്റിന് എങ്ങനെയാണോ ഷേപ്പ് ചെയ്തെടുക്കുന്നത് അതുപോലെ അങ്ങ് ചെയ്തെടുക്കാം. ഇതിനകത്ത് നമ്മൾ വേവിച്ചിട്ടുള്ള നൂഡിൽസും ചീസും ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നല്ല സ്റ്റിക്കിയാണ്, നന്നായിട്ട് ഒട്ടിപ്പിടിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഓയിൽ കയ്യിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഓരോന്നും ഇതുപോലെ കട്ട്ലൈറ്റിനൊക്കെ ചെയ്യുന്ന പോലെ അങ്ങ് ഷേപ്പ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു മുട്ടയുടെ വെള്ളയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ കട്ട്ലൈറ്റും ഈ മുട്ടയുടെ വെള്ളയിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് അങ്ങ് കോട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോ കട്ട്ലൈറ്റും നമ്മൾ നോർമൽ കട്ട്ലൈറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണോ അതേ രീതിയിൽ അങ്ങ് ചെയ്തെടുക്കുക. ഇപ്പോൾ ദാ നമ്മളെല്ലാ കട്ട്ലൈറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല ചൂട് എണ്ണയിലേക്ക് ഇട്ടങ്ങ് വറുത്ത് കോരുക. ദേ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമ്മളിതാ നമ്മുടെ നൂഡിൽസ് കട്ട്ലൈറ്റ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ ചിക്കൻ കട്ട്ലൈറ്റൊക്കെ കഴിക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ് ഈ നൂഡിൽസ് കട്ട്ലൈറ്റ് കഴിക്കുമ്പോൾ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. പ്രത്യേകിച്ച് നൂഡിൽസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരാം. അതിനു മുന്നേ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം എഴുതിയിടാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കണം. കാരണം അതെനിക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എന്നും പറയാറുള്ളത് പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇറ്റ്സ് മീ ഷബാന.